നമസ്കാരം. ക്രൈം ഡീകോഡ് മലയാളത്തിലേക്ക് സ്വാഗതം. കേരളത്തെ നടുക്കിയ യഥാർത്ഥ കുറ്റകൃത്യങ്ങളും ദുരൂഹ മരണങ്ങളും അന്വേഷണങ്ങളുടെ അകമ്പടിയിലുള്ള സത്യങ്ങളും ഇവിടെ നാം വിശദമായി പരിശോധിക്കുന്നു. ഒരു സ്ക്രൂവിൽ നിന്ന് തെളിഞ്ഞ കൊലപാതക കഥയാണ്. തെളിവുകളും സാക്ഷികളും ഇല്ലാത്ത കേസുകളിൽ പ്രതിയെ കണ്ടെത്തുക എന്നത് ശ്രമകരമായ ഒന്നാണ്. അത്തരത്തിൽ വർഷങ്ങൾക്ക് ശേഷം കൊലയാളിയെയും കൊല്ലപ്പെട്ടയാളെക്കുറിച്ചും ഒരു തെളിവും ഇല്ലാതിരുന്ന ഘട്ടത്തിൽ ഒരു ചെറിയ സ്ക്രൂ കേന്ദ്രീകരിച്ച് കേരള പോലീസ് നടത്തിയ അന്വേഷണം ചുരുളഴിച്ചത് ഞെട്ടിപ്പിക്കുന്ന കൊലപാതക കഥയായിരുന്നു. കൊച്ചി കുമ്പളം കായലിൽ നിന്ന് സംശയാസ്പദമായി ഒരു വീപ്പ കണ്ടെത്തുന്നു. ഏതാണ്ട് 1 വർഷക്കാലത്തോളം ആ വീപ്പ കരയിൽ കിടക്കുന്നു. 2 വർഷം ആകാറായപ്പോൾ കോൺക്രീറ്റ് കൊണ്ട് അടച്ച ആ വീപ്പ നാട്ടുകാർ തുറന്നു. അതിനുള്ളിൽ 50 വയസ്സ് പ്രായം വരുന്ന ഒരു സ്ത്രീയുടെ അസ്ഥികൂടമായിരുന്നു. പ്രഥമ ദൃഷ്ട്യാ അതൊരു കൊലപാതകമാണ് എന്ന് മനസ്സിലായി. കൊല്ലപ്പെട്ടത് ആരാണ്, കൊലപാതകം നടത്തിയത് ആരാണ്, അതിലേക്ക് നയിക്കുന്ന ഒരു തെളിവുകളും കണ്ടെത്താൻ തുടക്കത്തിൽ പോലീസിനായില്ല. എന്നാൽ നിർണായകമായ ഒരു തെളിവ് അതിൻ്റെ വിധിക്കായി കാത്തിരിക്കുകയായിരുന്നു. കുമ്പളം ശകുന്തള കൊലപാതക കേസ് കേരള പോലീസിനെ എക്കാലവും അഭിമാനത്തോടെ ഉയർത്തിക്കാട്ടാൻ കഴിയുന്ന ഒരു കേസാണ്. ചെറിയ തെളിവുകൾ വലിയ വഴിത്തിരിവുകൾ ആകുന്നത് എങ്ങനെയാണ് എന്നതിൻ്റെ നേർചിത്രമാണ് ഈ കേസിൻ്റെ നാൾവഴികൾ. ശ്വാസം അടക്കിപ്പിടിച്ചല്ലാതെ ഈ കേസ് അന്വേഷണം നിങ്ങൾക്ക് കേട്ടു തീർക്കാൻ കഴിയില്ല. 2016 ഡിസംബർ മാസം അരൂർ കുമ്പളം ഭാഗത്തെ കായലോരം വൃത്തിയാക്കുകയായിരുന്ന JCB ഡ്രൈവർക്ക് നീല നിറമുള്ള ഒരു വീപ്പ ലഭിച്ചു. കായലിൻ്റെ തീരത്തു നിന്ന് ലഭിച്ച വീപ്പയിൽ എന്താണ് എന്ന് അറിയുവാനുള്ള കൗതുകത്തിന് ഡ്രൈവർ ആ വീപ്പ പൊട്ടിക്കാൻ ശ്രമിച്ചു. വീപ്പയിൽ വിള്ളൽ വീഴ്ത്താനല്ലാതെ അത് പൊട്ടിക്കാൻ അയാൾക്ക് കഴിഞ്ഞില്ല. അയാൾ ആ വീപ്പ കായലിന് സമീപത്തെ ഒഴിഞ്ഞ പറമ്പിലേക്ക് ഇട്ടു. 2016 ഡിസംബർ മുതൽ കായലിന് സമീപത്തെ പറമ്പിൽ ആ വീപ്പ കിടക്കുന്നുണ്ട്. തുടക്കത്തിൽ ആരും അതത്ര ശ്രദ്ധിച്ചില്ല. വൈകാതെ വീപ്പയിൽ നിന്ന് ദുർഗന്ധം വരാൻ തുടങ്ങി. കാലങ്ങളായി ഇത് ഇവിടെ ഇങ്ങനെ ഉണ്ടെന്നും കായലിൽ കിടക്കുമ്പോൾ വീപ്പയ്ക്ക് ചുറ്റും എണ്ണമയം ശ്രദ്ധയിൽപ്പെട്ടിരുന്നു എന്നും പ്രദേശത്തെ മത്സ്യത്തൊഴിലാളികൾ പറഞ്ഞു. ഇതോടെ 2018 ജൂൺ ആദ്യവാരം വീപ്പയ്ക്കുള്ളിൽ എന്താണെന്ന് കണ്ടെത്തുവാൻ നാട്ടുകാർ തീരുമാനിച്ചു. അതിനായി സംശയാസ്പദമായി കായലിന് സമീപം ഒരു വീപ്പ ഉണ്ടെന്ന വിവരം നാട്ടുകാർ മാധ്യമങ്ങളെയും പോലീസിനെയും അറിയിച്ചു. ഇവർ സ്ഥലത്തെത്തി. നീല നിറത്തിൽ 200 ലിറ്റർ വെള്ളം കൊള്ളാവുന്ന തരത്തിലുള്ള വീപ്പയായിരുന്നു അത്. പോലീസിൻ്റെ നേതൃത്വത്തിൽ വീപ്പ പൊട്ടിച്ചു തുടങ്ങിയപ്പോൾ കണ്ടത് നല്ല കനത്തിൽ കോൺക്രീറ്റ് ചെയ്തിരിക്കുന്നതായിരുന്നു. പോലീസിൻ്റെ നിർദ്ദേശപ്രകാരം 3 പേർ ചേർന്ന് വലിയ ചുറ്റിക ഉപയോഗിച്ച് ആ കോൺക്രീറ്റ് പൊട്ടിക്കുവാൻ തുടങ്ങി. കോൺക്രീറ്റിനുള്ളിൽ സംശയാസ്പദമായി എന്തോ ഉണ്ടെന്ന് തോന്നിയതോടെ തെളിവ് ശേഖരണത്തിൻ്റെ ഗൗരവം വർദ്ധിപ്പിച്ചു. സിമൻറ്റ് പൊട്ടുന്നതിനോടൊപ്പം ഉള്ളിലുള്ള വസ്തുവിന് ആഘാതം ഏൽക്കാതിരിക്കാൻ പോലീസ് വളരെ ശ്രദ്ധിച്ചായിരുന്നു വീപ്പ പൊട്ടിച്ചത്. അടിവശത്ത് ഏകദേശം 10 സെൻറ്റിമീറ്റർ കനത്തിൽ കോൺക്രീറ്റ് ഉണ്ടായിരുന്നു. മുകൾ വശം ചെറിയ ഇഷ്ടിക ഉപയോഗിച്ചായിരുന്നു കോൺക്രീറ്റ് ചെയ്തിരുന്നത്. കോൺക്രീറ്റ് പൊട്ടിച്ചു മാറ്റുമ്പോൾ ആദ്യം കണ്ടത് ഒരു കയറായിരുന്നു. വൈകാതെ ഒരു മനുഷ്യൻ്റേതെന്ന് തോന്നിപ്പിക്കുന്ന അസ്ഥികൂടത്തിൻ്റെ ഭാഗം പുറത്തു വരാൻ തുടങ്ങി. തലയോട്ടി, തോൾ, കൈകാൽ, തുട അങ്ങനെ ഓരോ ഭാഗങ്ങളുടെ അസ്ഥികളായി പുറത്തു വന്നുകൊണ്ടേയിരുന്നു. തോളലിൻ്റെയും വയറിൻ്റെയും ഇടുപ്പിൻ്റെയും കാൽമുട്ടിൻ്റെയും ഭാഗത്ത് കുറച്ചു മാംസപേശികൾ ബാക്കിയുണ്ടായിരുന്നു. തലയോട്ടിയോട് ചേർന്ന് നല്ല കനത്തിൽ മുടിയുള്ളതിൻ്റെ അവശേഷിപ്പുകളുമുണ്ട്. 50 സെൻറ്റിമീറ്റർ നീളത്തിൽ ഒരു കെട്ടുപോലെ തോന്നിക്കുന്ന മുടി അത് ഒരു മനുഷ്യൻ്റെ ബോഡിയാണെന്നും എന്നാൽ സ്ത്രീയാണോ പുരുഷനാണോ എന്ന് ഉറപ്പിച്ചു പറയാറായിട്ടില്ല. വരകൾ മാഞ്ഞു തുടങ്ങിയ മങ്ങിയ ബ്രൗൺ നിറത്തിൽ 14 തുണിക്കഷ്ണങ്ങൾ വീപ്പയ്ക്കുള്ളിൽ നിന്ന് ലഭിച്ചു. ആ തുണിക്കഷ്ണങ്ങളിൽ സിമൻറ്റിൻ്റെ അവശിഷ്ടങ്ങൾ ഉണ്ടായിരുന്നു. അതിൽ ഒരെണ്ണത്തിന് ബാക്കിയുള്ളവയിൽ നിന്ന് നീളം വളരെ കൂടുതലായിരുന്നു. ഏതാണ്ട് 130 സെൻറ്റിമീറ്ററിലധികം നീളം വരും. സ്ത്രീകൾ ഉപയോഗിക്കുന്ന തരത്തിലുള്ള ഒരു വസ്ത്രത്തിൻ്റെ ഭാഗമാകാം, ചിലപ്പോൾ ഒരു സാരിയുടെ കഷ്ണമാകാം. എന്തു തന്നെയായാലും അതൊരു സ്ത്രീയുടെ വസ്ത്രത്തിൻ്റെ ഭാഗമാകാനുള്ള സാധ്യതയാണ് കൂടുതൽ. എറണാകുളം സൗത്ത് CA സിബി ടോം അന്വേഷണ ചുമതല ഏറ്റെടുത്തു. ഡോക്ടർ ഉമേഷ് AK ആയിരുന്നു ഫോറൻസിക് പരിശോധന നടത്തിയത്. എല്ലുകളുടെ വിശദ പരിശോധനയിൽ ബോഡി ഒരു സ്ത്രീയുടേതാണെന്ന് വ്യക്തമായി. അസ്ഥികളും പോളിത്തീൻ കവറുകളും അങ്ങനെ പലതരം അവശിഷ്ടങ്ങൾ അതിൽ നിന്ന് ലഭിച്ചു. എന്നാൽ കൊല്ലപ്പെട്ടത് ആരാണ് എന്നതിന് ഒരു തുമ്പും ലഭിച്ചില്ല. വീപ്പ പൊട്ടിച്ച് അസ്ഥികൾ പുറത്തെടുക്കുന്നത് 2018
എന്നാൽ മൃതദേഹത്തിനൊപ്പം ലഭിച്ച 500 രൂപ നോട്ടുകൾ 2016 കേന്ദ്ര സർക്കാർ നിരോധിച്ചവയായിരുന്നു. തലയോട്ടിയും ഇടുപ്പെല്ലും പരിശോധിച്ചതിൽ നിന്ന് മരിച്ചത് ഏകദേശം 50 വയസ്സിനടുത്ത് പ്രായമുള്ള ആളാണെന്ന് മനസ്സിലായി. എല്ലുകളുടെ നീളം അടിസ്ഥാനമാക്കി ഉയരം കണക്കാക്കിയതിലൂടെ മരിച്ചത് 150 സെന്റിമീറ്റർ ഉയരമുള്ള ആളായി എന്ന നിഗമനത്തിലെത്താൻ കഴിഞ്ഞു. അരഞ്ഞാണത്തിന് അധികം നീളമില്ലാത്തതിനാൽ അതൊരു മെലിഞ്ഞ സ്ത്രീയാണെന്നും മനസ്സിലാക്കി. കണ്ടെത്തിയ വസ്ത്രത്തിൻ്റെ തയ്യലുകൾ വൈദഗ്ധ്യമുള്ള ഒരാൾ തയ്ക്കുന്നത് പോലെ ആയിരുന്നില്ല. അതുകൊണ്ട് തന്നെ കൊല്ലപ്പെട്ട ആളോ ബന്ധുക്കളോ വീട്ടിൽ വസ്ത്രങ്ങൾ തയ്ച്ചിരുന്നു എന്നും വിലയിരുത്തപ്പെട്ടു. എങ്കിലും കൊല്ലപ്പെട്ട ആളുടെ ഐഡന്റിറ്റിയിലേക്ക് വിരൽ ചൂണ്ടുന്ന ഒരു തെളിവുകളും പോലീസിന് കണ്ടെത്താനായില്ല. യഥാർത്ഥത്തിൽ അന്വേഷണം വഴിമുട്ടി നിൽക്കുന്ന അവസ്ഥ. ഒരു തുമ്പ് കണ്ടെത്താനായി ഫോറൻസിക് സർജൻ ഡോക്ടർ രമേശ് പല്ലും എല്ലും മുടിയും പേശികളും അടക്കം ഓരോന്നും സൂക്ഷ്മമായി പരിശോധിച്ചു. രാസപരിശോധനയും നടത്തി. ആവർത്തിച്ചുള്ള പരിശോധനയിൽ ദൈവത്തിൻ്റെ കയ്യൊപ്പ് പോലെ ഒരു തെളിവ് ലഭിച്ചു. അസ്ഥികൂടത്തിൻ്റെ ഇടതു കണ്ണങ്കാലിൽ ഉണ്ടായ പൊട്ടലിനെ കൂട്ടിയോജിപ്പിച്ചുകൊണ്ട് ഒരു സ്ക്രൂ ആയിരുന്നു അത്. ആ സ്ക്രൂവിന് മുകളിൽ എന്തോ രേഖപ്പെടുത്തിയിരുന്നു. എന്നാൽ ഡോക്ടർക്ക് അത് നഗ്നനേത്രങ്ങൾ കൊണ്ട് വായിക്കുവാൻ സാധിച്ചിരുന്നില്ല. അദ്ദേഹം പോലീസ് ഫോട്ടോഗ്രാഫറെ വിളിച്ചു വരുത്തി. അയാളെടുത്ത ചിത്രത്തിൽ നിന്ന് പിറ്റ്കാർ എന്ന പേരും 7 അക്കമുള്ള 2 നമ്പറുകളും ലഭിച്ചു. ഇതോടെ അന്വേഷണം സ്ക്രൂവിനെ കേന്ദ്രീകരിച്ച് മുന്നോട്ട് കൊണ്ടുപോകാൻ പോലീസ് തീരുമാനിച്ചു. ഈ പേരും നമ്പറും ഒരുപക്ഷെ വളരെ നിർണായകമായ ഒരു തെളിവായേക്കാം. കൊല്ലപ്പെട്ട ആളിലേക്കും കൊലയാളിയിലേക്കും ലീഡ് ചെയ്യുന്ന എന്തോ സുപ്രധാനമായ ഒന്ന്. സ്ക്രൂവിലെ നമ്പറും പേരും വെച്ച് എറണാകുളത്തെ സർജിക്കൽ ഷോപ്പുകളിൽ പോലീസ് അന്വേഷണം നടത്തി. ആ അന്വേഷണത്തിൽ പിറ്റ്കാർ എന്ന പേര് പൂനെ ആസ്ഥാനമായ ശസ്ത്രക്രിയ ഉപകരണങ്ങൾ നിർമ്മിക്കുന്ന ഒരു കമ്പനിയുടേതാണെന്ന് മനസ്സിലായി. അതിൽ കുറിച്ചിരിക്കുന്ന 7 അക്ക നമ്പറുകൾ ഒരു ബാച്ച് നമ്പറാണ്. കൂടുതൽ അന്വേഷിച്ചപ്പോൾ ആ ബാച്ചിൽ 306 സ്ക്രൂകളാണ് നിർമ്മിച്ചിരിക്കുന്നത്. അതിൽ 12 എണ്ണം കേരളത്തിലേക്ക് കയറ്റി അയച്ചിരിക്കുന്നു. അതിൽ 6 എണ്ണം എറണാകുളത്തെ ആശുപത്രിയിലേക്കാണ് നൽകിയിരിക്കുന്നത്. ശൂന്യതയിൽ നിന്ന് ലക്ഷ്യത്തിലേക്ക് ഒരു വഴി തെളിഞ്ഞ പോലെ അന്വേഷണ സംഘത്തിന് അനുഭവപ്പെട്ടു. ഇടതു കണ്ണങ്കാലിലെ പൊട്ടൽ ശസ്ത്രക്രിയ നടത്തി മാളിയോള സ്ക്രൂ ഉപയോഗിച്ച് കൂട്ടിച്ചേർക്കാൻ ശ്രമിച്ചിട്ടുണ്ടെങ്കിലും ആ പൊട്ടൽ കൂടിച്ചേർന്നിട്ടുണ്ടായിരുന്നില്ല. ഇതിൽ നിന്ന് ശസ്ത്രക്രിയ നടത്തി ആഴ്ചകൾക്കുള്ളിലാണ് കൊലപാതകം നടത്തിയിരിക്കുന്നത് എന്ന് വ്യക്തമായി. ഇത് കാര്യങ്ങൾ കുറച്ചുകൂടി എളുപ്പത്തിലാക്കി. ഇപ്പോൾ അന്വേഷണ ഉദ്യോഗസ്ഥർക്ക് മുമ്പിൽ 3 പ്രധാന തെളിവുകളാണുള്ളത്. ആദ്യത്തേത് മൃതദേഹത്തിൽ നിന്ന് ലഭിച്ച മാളിയോളാർ സ്ക്രൂ. രണ്ടാമത്തേത് 2016 നവംബർ 8 നിരോധിച്ച 500ൻ്റെ 4 നോട്ടുകൾ. ഇതോടെ കൊലപാതകം നടന്നത് നവംബർ 8 മുൻപാകാം എന്ന് പോലീസ് ഉറപ്പിച്ചു. മൂന്നാമത്തേത് അരഞ്ഞാണമായിരുന്നു. അരഞ്ഞാണത്തിൻ്റെ നീളം കൊല്ലപ്പെട്ട ആളുടെ വണ്ണം കണക്കാക്കാൻ സഹായിച്ചു. കൊലപാതകം നടന്നത് കുമ്പളത്തായതിനാൽ ഇപ്പോൾ അന്വേഷണം നടക്കുന്നത് എറണാകുളത്ത് വിതരണം ചെയ്ത 6 മാലിയോളാർ സ്ക്രൂ കേന്ദ്രീകരിച്ചാണ്. ഈ അന്വേഷണത്തിൽ 6 സ്ക്രൂവും എടുത്തിരിക്കുന്നത് തൃപ്പൂണിത്തുറയിലെ ഒരു ആശുപത്രി തന്നെയാണെന്ന് വ്യക്തമായി. ആശുപത്രിയിൽ നിന്ന് ലഭിച്ച വിവരങ്ങളുടെ അടിസ്ഥാനത്തിൽ 6 സ്ക്രൂ ഉപയോഗിച്ച് രോഗികളെ കണ്ടെത്തുവാനുള്ള തിരച്ചിൽ ആരംഭിച്ചു. അതിൽ 5 പേരുടെ വിവരങ്ങൾ കൃത്യമായി ലഭിച്ചു. എന്നാൽ ഒരാൾ മാത്രം ശസ്ത്രക്രിയ കഴിഞ്ഞ് കൃത്യമായ ഫോളോ അപ്പുകൾക്കായി ആശുപത്രിയിൽ എത്തിയിട്ടില്ലെന്ന് വ്യക്തമായി. ആശുപത്രിയിലേക്ക് തുടർ പരിശോധനകൾക്ക് എത്താതിരുന്ന ആ 6ാമത്തെയാൾ സ്കൂട്ടർ അപകടത്തിൽ പരിക്കേറ്റതിനെ തുടർന്ന് 2016 സെപ്റ്റംബർ മാസം ശസ്ത്രക്രിയ കഴിഞ്ഞ ആളായിരുന്നു. ഇവർ തൃപ്പൂണിത്തുറ സ്വദേശിനിയായിരുന്നു. ഈ കണ്ടെത്തലുകളിൽ നിന്ന് മനസ്സിലായത് വീപ്പയ്ക്കുള്ളിൽ കണ്ടെത്തിയ ആളുടെ പേര് ശകുന്തള എന്നായിരുന്നു. ഉദയംപേരൂർ സ്വദേശിനിയായിരുന്ന ഇവർക്ക് ഭർത്താവും 2 മക്കളും ഉണ്ടായിരുന്നു. ഭർത്താവും മക്കളുമായി താമസിക്കുന്നതിനിടയിൽ ഭർത്താവ് ഒരു രാഷ്ട്രീയ കൊലക്കേസിൽപ്പെട്ട് ജയിലിലായി. മകൾ അയൽവാസിയായ യുവാവിനെ വിവാഹം കഴിച്ചു. കൊലക്കേസിൽ പ്രതിയായ ഭർത്താവ് ജയിലിൽ നിന്ന് പുറത്തിറങ്ങിയ ശേഷം കലഹം പതിവായതോടെ ശകുന്തള ഭർത്താവുമായി വേർപിരിഞ്ഞ് മറ്റൊരു വീട്ടിൽ താമസിക്കാൻ തുടങ്ങി. മകനും ശകുന്തളയ്ക്കൊപ്പം തന്നെ താമസിച്ചു. വാഹനാപകടത്തെ തുടർന്ന് മനോവിഷമത്തിലായ മകൻ ആത്മഹത്യ ചെയ്തു. ഇതിനിടയിലാണ് ശകുന്തളയുടെ വിവാഹിതയായ മകളെ കാണാനില്ലെന്ന് കാണിച്ച് ഭർത്താവ് ഉദയംപേരൂർ പോലീസ് സ്റ്റേഷനിൽ പരാതി കൊടുക്കുന്നത്. പിന്നീട് ഇവരെ ഡൽഹിയിൽ നിന്ന് കണ്ടെത്തിയെങ്കിലും ശകുന്തളയുടെ മകളും ഭർത്താവും വേർപിരിഞ്ഞു. ഭർത്താവുമായി വേർപിരിഞ്ഞ് ശകുന്തളയ്ക്കൊപ്പം താമസിക്കുവാൻ തുടങ്ങിയ മകൾ സജിത്ത എന്ന യുവാവുമായി അടുപ്പത്തിലായി. ഇയാൾ ശകുന്തളയ്ക്കും മകൾക്കുമൊപ്പം ശകുന്തള വാടകയ്ക്കെടുത്ത വീട്ടിൽ താമസം തുടങ്ങി. കുട്ടികളെ നോക്കൽ, വീട്ടുജോലി എന്നിവയായിരുന്നു ശകുന്തള ചെയ്തു വന്നിരുന്നത്. നോർത്ത് ഇന്ത്യയിൽ അടക്കം ജോലി ചെയ്ത് സമ്പാദിച്ച പണം കൊണ്ട് നാട്ടിൽ സ്വന്തമായി ഒരു വീട് വയ്ക്കാനുള്ള പദ്ധതിയിലായിരുന്നു അവർ. ഇതിനിടയിലാണ് ഇവർക്ക് സ്കൂട്ടർ അപകടം ഉണ്ടാകുന്നത്.
2016 സെപ്റ്റംബർ 2 ശകുന്തളയെ ശസ്ത്രക്രിയയ്ക്ക് വിധേയമാക്കി. കാലിന് പ്ലാസ്റ്റർ ഇട്ട് നടക്കാൻ തുടങ്ങിയതോടെ ശകുന്തളയും മകളും തമ്മിലുള്ള കലഹം പതിവായി. ഈ കലഹങ്ങൾക്കിടയിലാണ് സജിത്തിന് വേറെ ഒരു ഭാര്യ ഉണ്ടെന്ന വിവരം ശകുന്തള അറിയുന്നത്. ഇതവർക്ക് അംഗീകരിക്കാൻ കഴിയുമായിരുന്നില്ല. തൻ്റെ മകളുമായുള്ള ബന്ധം സജിത്തിൻ്റെ വീട്ടിൽ അറിയിക്കുമെന്ന് ശകുന്തള ഭീഷണിപ്പെടുത്തുവാൻ തുടങ്ങി. ഇത് സജിത്തിൽ ശകുന്തളയെ ഇല്ലാതാക്കണമെന്ന ചിന്ത വളർത്തി. ശകുന്തളയുടെ ചികിത്സാ ചെലവും സജിത്തിന് താങ്ങാൻ കഴിയാതെ വന്നു. ഇതിനിടയിൽ ശകുന്തളയ്ക്ക് ചിക്കൻ പോക്സും വന്നു. ഇതോടെ ശകുന്തള സജിത്തിന് ബാധ്യതയായി മാറി. അവർ തങ്ങളുടെ ജീവിതത്തിന് ഭീഷണിയും ബാധ്യതയും ആയതോടെ അവരെ ഇല്ലാതാക്കാൻ അയാൾ തീരുമാനിച്ചു. ശകുന്തളയെ കോട്ടയത്തുള്ള ചേച്ചിയുടെ വീട്ടിൽ കൊണ്ടുപോയി ആക്കുകയാണെന്ന് അയൽവാസികളെ അയാൾ അറിയിച്ചു. കാലിന് വയ്യാത്തതുകൊണ്ട് തന്നെ ഇതിലാർക്കും ഒരു സംശയവും തോന്നിയില്ല. ശേഷം അയാൾ ശകുന്തളയുടെ മകളെയും കുട്ടികളെയും ഒരു ഹോട്ടലിലേക്ക് മാറ്റി. വാടക വീട്ടിൽ തനിച്ചായ ശകുന്തളയെ വിഷം നൽകി കൊലപ്പെടുത്തിയ ശേഷം മൃതദേഹം വീട്ടിൽ സൂക്ഷിച്ചു. ഓട്ടോ ഡ്രൈവറായ സുഹൃത്തിനോട് വീട്ടിൽ വെള്ളം പിടിക്കാൻ വയ്ക്കാൻ വീപ്പ ആവശ്യമുണ്ടെന്ന് പറഞ്ഞ് നീല വീപ്പ സംഘടിപ്പിക്കുകയായിരുന്നു. ആ വീപ്പയിൽ ശകുന്തളയുടെ മൃതദേഹം ഇറക്കിയതിന് ശേഷം കോൺക്രീറ്റ് ചെയ്തു. ഈ വീപ്പ വീട്ടിൽ തന്നെ സൂക്ഷിച്ചു. തുടർന്ന് ഈ വീപ്പ കളയാനായി ഇയാൾ തൻ്റെ 5 സുഹൃത്തുക്കളെ ഏർപ്പാടാക്കി. അവരോട് വീപ്പയ്ക്കുള്ളിൽ മൃഗങ്ങളുടെ അസ്ഥികളും തലയോട്ടികളുമാണെന്ന് സജിത്ത് പറഞ്ഞു. വെള്ളത്തിൽ ഉപേക്ഷിക്കണം എന്ന് പറഞ്ഞതിനെ തുടർന്ന് കുമ്പളം കായലിൽ വീപ്പ ഉപേക്ഷിക്കുവാൻ തീരുമാനിച്ചു. മൃതദേഹം ഉപേക്ഷിച്ച ശേഷം സജിത്ത് ശകുന്തള താമസിച്ചിരുന്ന വീട് ഉപേക്ഷിച്ച് മറ്റൊരു സ്ഥലത്ത് ശകുന്തളയുടെ മകൾക്കും കൊച്ചുമക്കൾക്കും വാടക വീടെടുത്ത് നൽകി. ഇടയ്ക്കിടയ്ക്ക് ഇയാൾ ഇവിടെ വന്നു പോവുകയും ചെയ്തു. കുറേ കാലം വീപ്പ കുമ്പളം കായലിൽ കിടന്നു. കായലിൽ കിടക്കുന്ന വീപ്പയ്ക്ക് ചുറ്റും എണ്ണമയം പരന്നിരുന്നു. കായൽ വൃത്തിയാക്കാൻ എത്തിയവർ സംശയാസ്പദമായി കണ്ട വീപ്പ കരയിലെടുത്തിട്ട് പൊട്ടിക്കാൻ ശ്രമിച്ചു. എങ്കിലും അതിനുള്ളിൽ എന്താണ് എന്ന് കണ്ടെത്താൻ അവർക്ക് സാധിച്ചില്ല. കുറച്ചുനാൾ കഴിഞ്ഞ് ഈ വീപ്പയിൽ നിന്ന് ദുർഗന്ധം വരാൻ തുടങ്ങി. തുടർന്ന് നടന്ന അന്വേഷണത്തിലായിരുന്നു ഒരിക്കലും പുറത്തു വരില്ലെന്ന് കരുതിയ കൊലപാതക കഥയുടെ ചുരുൾ അഴിയുന്നത്. എന്നാൽ വീപ്പയ്ക്കുള്ളിൽ മൃതദേഹം കണ്ടെത്തിയെന്ന വാർത്ത വന്ന പിറ്റേ ദിവസം ഏലൂർ സ്വദേശിയായ സജിത്ത് ആത്മഹത്യ ചെയ്തു. സയനൈഡ് കഴിച്ചാണ് ഇയാൾ ആത്മഹത്യ ചെയ്തത്. ശകുന്തളയുടെ മക്കൾക്ക് ഈ കൊലപാതകത്തെക്കുറിച്ച് അറിവുണ്ടായിരുന്നോ എന്ന കാര്യം അന്വേഷിക്കാൻ പോലീസ് തീരുമാനിച്ചു. മകളെ ചോദ്യം ചെയ്തപ്പോൾ മൊഴികൾ കണ്ടെത്തിയ വൈരുദ്ധ്യം പോലീസിൽ സംശയം ഉണർത്തിയിരുന്നു. വീപ്പ കായലിൽ ഉപേക്ഷിക്കാൻ ശ്രമിച്ചവരെ പോലീസ് കസ്റ്റഡിയിൽ എടുത്തെങ്കിലും ഇവർക്കെതിരെ കൊലപാതക കുറ്റം ചുമത്താൻ കഴിയുമായിരുന്നില്ല. അമ്മ കൊല്ലപ്പെട്ട വിവരം മകൾക്ക് അറിയാമായിരുന്നോ എന്ന് അന്വേഷിക്കുവാൻ മകളുടെ നുണപരിശോധന നടത്താൻ പോലീസ് ശ്രമിച്ചു. എങ്കിലും അവർ അതിന് തയ്യാറാകാത്തതിനെ തുടർന്ന് പരിശോധന നടത്താൻ കഴിഞ്ഞില്ല. പ്രതി ആത്മഹത്യ ചെയ്തതോടെ കേസ് പിന്നീട് മുന്നോട്ട് പോയില്ല. 7 മാസങ്ങൾക്ക് ശേഷം കേസ് അവസാനിപ്പിച്ചു. പ്രതിയിലേക്കോ ഇരയിലേക്കോ നയിക്കുന്ന കൃത്യവും ശക്തവുമായ ഒരു തെളിവ് പോലും കണ്ടെത്താൻ കഴിയാത്ത സാഹചര്യത്തിലായിരുന്നു അന്വേഷണത്തിലെ സുപ്രധാന വഴിത്തിരിവ്. ഏറ്റവും ചെറിയ ഒരു വസ്തു പോലും എങ്ങനെയാണ് ഒരു കേസ് അന്വേഷണത്തിൽ നിർണായക തെളിവായി മാറുന്നത് എന്നതിൻ്റെ ഉദാഹരണമാണ് കുമ്പളം ശകുന്തള കൊലപാതകം. ഒരു ഫോറൻസിക് സർജൻ്റെയും പോലീസ് ഓഫീസറുടെയും ജാഗ്രതയും അന്വേഷണ മികവും ശകുന്തള എന്ന സ്ത്രീയുടെ കൊലപാതകം പുറം ലോകത്തെത്തിച്ചു. വളരെ ചെറിയ തെളിവുകൾ, അതിനിർണായകമായ സാഹചര്യങ്ങൾ മുൻപും ഉണ്ടായിട്ടുണ്ടെങ്കിലും ശകുന്തളയുടെ കേസ് എപ്പോഴും വേറിട്ട് തന്നെ നിൽക്കും. ഇതായിരുന്നു ഇന്നത്തെ കേസ്. ഈ കേസിനെക്കുറിച്ച് നിങ്ങളുടെ അഭിപ്രായം എന്താണ് എന്ന് കമൻറ്റിലൂടെ അറിയിക്കൂ. ഇത്തരത്തിൽ യഥാർത്ഥ ക്രൈം കേസുകളും ദുരൂഹ സംഭവങ്ങളും അന്വേഷണങ്ങളും നഷ്ടമാകാതിരിക്കാൻ ക്രൈം ഡീകോഡ് മലയാളം ചാനൽ സബ്സ്ക്രൈബ് ചെയ്യൂ. ബെല്ലൈക്കൺ അമർത്താൻ മറക്കരുതേ. ഈ വീഡിയോ ഇഷ്ടമായാൽ ലൈക്ക് ചെയ്യാനും സുഹൃത്തുക്കൾക്കും മറ്റും ഷെയർ ചെയ്യാനും മറക്കരുതേ. അടുത്ത എപ്പിസോഡിൽ മറ്റൊരു യഥാർത്ഥ കേസുമായി വീണ്ടും കാണാം. നന്ദി, നമസ്കാരം.